ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ ചക്കയും കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോട്ടോ. ചക്കയല്ല, ചക്കപ്പഴം കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകണം. ചക്കപ്പഴമൊക്കെ കിട്ടുമ്പോഴല്ലോ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഉണ്ടാക്കുന്നത് ഞാനും എൻ്റെ കാന്താരിയും കൂടെയാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്യുന്നത് ആരാണ്? ടെസ്റ്റ് ഇത് ചക്കപ്പഴമല്ല കേട്ടോ. അയ്യോ, ഇതെന്താണെന്നറിയോ? ഇതാണ് അമ്പഴങ്ങ. നല്ല അണ്ടി മൂക്കാത്ത അമ്പഴങ്ങ കേട്ടോ. മൂക്കാത്ത അമ്പഴങ്ങ, ഇളം അമ്പഴങ്ങ. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഉപ്പും കാന്താരി അല്ലെങ്കിൽ മുളക് പൊടിയും കൂടി ചേർത്ത് ഇങ്ങനെ കൊണ്ട് കഴിക്കണം. കഴിക്കുമ്പോഴുള്ളൂ അതിൻ്റെ ടേസ്റ്റ് വെച്ചാൽ അന്യ ടേസ്റ്റാണ്. പച്ചമാങ്ങ കഴിക്കുന്ന പോലെ അല്ല ഇത്. അമ്പഴങ്ങ എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാട്ടോ, അന്യ ടേസ്റ്റാണ്. അപ്പം അയ്യോ, എൻ്റെ ക്യാമറ പോയി നിൽക്കണ അവിടെ. ഈ വണ്ടി ഒരു പേരില്ലാത്ത സാധനം. വീടിന് സാധനം ആ ചക്ക നല്ലോണം ക്ലീൻ ചെയ്ത് ഇതേണ്ട വൃത്തിയാക്കിയിട്ട് നമ്മൾ പാത്രത്തിൽ ജാറിലോട്ട് ഇടുവാണേ. ഒരു 10-15 പീസ് ഉണ്ടല്ലേടാ? അതെ അല്ലേ? എന്നിട്ട് അടിച്ചെടുക്കണം അല്ലേ? എന്താ ഏലക്ക പൊടിയാ? അടിക്കുന്ന കൊടുത്ത് ഏലക്ക പൊടി കുറച്ച് ഞുള്ള ഇടുക, 2 ഞുള്ള് ഉണക്കിയും. നമുക്ക് 1 ഗ്ലാസ് പാലെടുക്കണേ. ഒറ്റ ഗ്ലാസ് പാലെടുക്കാം. ഓക്കെ, കളയത്തില്ല, കളയാനില്ലല്ലോ. അതേസമയം നമ്മൾ പാൽ ചൂടായപ്പോൾ ആ 1 ഗ്ലാസ് പാൽ നമ്മൾ അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടോ. 1 ഗ്ലാസ് പാൽ ഒഴിച്ചു. അതിനകത്തോട്ട് ആവശ്യത്തിന് മധുരം കൂടുതലും കുറവായിട്ട് നോക്കണം. നമ്മുടെ ആവശ്യം അനുസരിച്ച് പാലും അല്ല പഞ്ചസാര ചേർക്കുക. ഇവിടെ പഞ്ചസാരക്ക് ചിലവ് കുറവാണ്, അതുകൊണ്ട് ആ തിളയ്ക്കുമ്പോൾ സമയത്തുണ്ട് നമ്മളിപ്പോൾ ഗോതമ്പ് പൊടി എടുത്തിട്ട് ആ കാലിക്ക് അതിൻ്റെ അത് ഇതെന്താ പൊടിയടാ? ഐസ്ക്രീം വാനിലയുടെ എസൻസ് അല്ല പൊടി അല്ലേ? അത് 1 ടീസ്പൂൺ ഇട്ടിട്ട് എല്ലാം കൈക്കണക്കെട്ടോ. അത് ഇടുക കേട്ടോ. അതിട്ട് ഇളക്കണം നല്ലോണം. ഇത് ഇളക്കണം. അതേ സമയത്ത് നമ്മൾ പാൽ ഇവിടെ നിന്ന് തിളയ്ക്കുന്നുണ്ട്. തിളച്ചു. ഇതിനകത്ത് 2 സ്പൂൺ പഞ്ചാര നമ്മൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. നല്ലോണം അങ്ങോട്ട് ഇളക. മച്ചാത്തിക്ക് അങ്ങോട്ട് ഇളക്കാൻ അറിയത്തില്ലേ? ആ തിളച്ച പാലിൻ്റെ അകത്തോട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഈ ഗോതമ്പ് പൊടിയും എസൻസും കൂടെ കലക്കിയതുണ്ടല്ലോ. ഐസ്ക്രീം പൗഡർ അല്ലേ? ഐസ്ക്രീം പൗഡറും കൂടി ഇട്ട് തീ നിർത്തണം അല്ലേ? തീ ഓവറായിട്ട് വെച്ചേക്കല്ലോ കേട്ടോ, അത് പെട്ടെന്ന് കട്ടയായപ്പോൾ. അപ്പം നമ്മൾ തീ ഫ്ലെയിം കുറച്ചിട്ടിട്ട് എല്ലാം ചെയ്യാൻ ശ്രദ്ധിക്കണം. പതുക്കെ കറക്കെ, മൊത്തം വെളിയിൽ പോകുന്നു. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താ വേണമെങ്കിലും ചെയ്യാം, ആഡ് ചെയ്യാം കേട്ടോ. കശുവണ്ടി, ഏലക്ക. നമ്മളെ ഏലക്ക മാത്രമേ ഇല്ലാതെ ചേർത്തിട്ടുള്ളൂ. എന്നുവെച്ചാൽ നമ്മുടെ ചെക്കന്മാരാണല്ലോ, അമ്മമാർ കശുവണ്ടി ഇതുപോലുള്ള സാധനങ്ങൾ നെക്സ്റ്റ് ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് നമ്മളിത് ആഡ് ചെയ്യുന്നത്. നമ്മൾ ഇളക്കി വെച്ച് മിക്സറിൽ ഗോതമ്പൊടി എല്ലാം കൂടെ ആ പാലും എല്ലാം കൂടെ നമ്മുടെ ചക്ക അടിച്ചു വെച്ചേക്കുന്ന ജാറിലോട്ട് ഒരുമിച്ചിട്ട് കേട്ടോ. എന്നിട്ട് അടിച്ചെടുക്കണേ. രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ല ക്ലീൻ ആയിട്ടുള്ള എയർ കയറാത്ത ഒരു ബോക്സ് എടുക്കുക, അല്ലെ ഡപ്പ എടുക്കുക. അതിൻ്റെ അതിലേക്ക് നമ്മളിത് മിക്സ് ചെയ്ത് അടിച്ചെടുത്ത ചക്കയും ഗോതമ്പ് പൊടിയും പാലും എല്ലാം കൂടെ മിക്സ് ചെയ്തത് ഇതിൻ്റെ അത് കൂടി ഇട്ട് ഒഴിച്ച് വെച്ചിട്ട് ഫ്രീസറിൽ വെക്കണം അല്ലേ? ഫ്രീസർ വെച്ച് തണുപ്പിക്കണം. നമ്മൾ ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ താഴെ പോകാതിരിക്കാൻ വേണ്ടി ഇതൊരു ചെറിയ സ്റ്റീൽ പാത്രത്തിൽ ഒഴിക്കുകയാണെങ്കിലല്ലോ ബെറ്ററേ. നമ്മുടെ ഐസ്ക്രീമിനെ ഹോള് വേണ്ടേ, അല്ല കോല് വേണ്ടേ? കോല്. അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ മുളയും കൊണ്ട് നമ്മുടെ മടലില്ലേ, മടൽ ചെത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് സെൻറ്ററിൽ വെക്കുന്നത്. ഫുള്ള് ഒഴിക്കണ്ട കേട്ടോ, ഹാഫ് ഒഴിച്ചാൽ മതിയേ. ഞാൻ സെൻറ്ററായിട്ട് തന്നെ കോല് വെക്കണേ. കോല് സെൻറ്ററിൽ തന്നെ പിടിപ്പിക്കണം കേട്ടോ. അങ്ങനെ എന്നിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും ഒരു ആവറേജ്. നമ്മുടെ ഈ ഗ്ലാസ് 4 നിറഞ്ഞ അപ്പം ബാക്കി കുറച്ചുണ്ട്. അപ്പോൾ അതുണ്ടല്ലോ നമ്മൾ ഇതിൻ്റെ അത് ചെറിയ കോലിട്ടിട്ട് ചെറിയ പീസാക്കി ഇങ്ങനെ അങ്ങ് ആഡ് ചെയ്യുക കേട്ടോ. കോലെല്ലാം കുത്തി എല്ലാം ഇതിൻ്റെ അത് കോല് കുത്തിക്കും കേട്ടോ. ഇതിൻ്റെ അത് നമ്മൾ ചെറിയ അതാണ് ചിന്ന കോലുകൾ കണ്ടോ. ഇതുപോലെ ചെറിയ കോലുകളെല്ലാം സെറ്റ് ചെയ്തു. മറ്റേ ഇതുപോലെ വെച്ച് ഇനി നേരെ നമ്മൾ ഫ്രീസറിൽ കയറ്റി വെക്കും. 2-3 മണിക്കൂർ അവിടെ തണുത്ത് കട്ടയാകണം വരെ അവിടെ അങ്ങോട്ട് വെക്കും നമ്മൾ കേട്ടോ. ആ നമ്മുടെ ഐസ്ക്രീം റെഡി ആയി കേട്ടോ. എടുത്തോ ടേസ്റ്റ് ഉണ്ടോ നോക്കി. ഏത് വേണം എടുത്തിടാ. ആ ഇപ്പുറത്തെ എടുക്കടാ. ആ ഇന്നലെ അമ്മച്ചി എടുത്ത് നോക്കിയേ. അമ്മച്ചി ഐസ്ക്രീം കഴിച്ചു നോക്ക്. എന്തോ നോക്ക്. ഇതെന്തോ ഇത്?
ടേസ്റ്റ് ഉണ്ടോ? ആ ചക്ക ഐസ്ക്രീം അത് ഷുഗർ ഉള്ളതുകൊണ്ട് ചേട്ടാ 2 ഷുഗറുകാരാ എന്നിട്ട് പറയാ ചകരം കൂടെ വേണം. അപ്പം മധുരം കൂടുതലിട്ടുണ്ട്, മധുരം കൂടുതലിട്ട് ഉണ്ടാക്കുക. നമ്മൾ മധുരം ശകലം കുറച്ചാ നിങ്ങളെ 2 പേരും പ്രതീക്ഷിച്ച്. ഇല്ല ചക്ക മാത്രമേ ഉള്ളൂ, പഞ്ചാര ഇട്ടില്ല. ഈ ശാക്കലം ശാക്കല ഇട്ടുള്ളൂ. ആ ആ എങ്ങനെടാ അവൽമന്നെ ആവല്ലേ എങ്ങനുണ്ടേ? ആ അതെടുത്തോ, അതിന്റെ നമ്മൾ ഡെക്കറേഷൻ അല്ലാത്ത സാധനം വെച്ചാൽ വലുതായിരുന്നല്ലേ അല്ല ചെറുതായിട്ട് നമ്മളുണ്ടാക്കി. ചെറുത് ഈർക്കിലൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാണോ?